ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിയിൽ 24 മണിക്കൂർ തന്നെയുള്ളത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? 2050 നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? കൂടാതെ നമ്മുടെ ഗ്രഹത്തിൻ്റെ ആകെ ഭാരം എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഭൂമിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ചില ഫാക്ട്സുകളാണ് കേൾക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. നമ്പർ 1, ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ വലുതും ഭാരമുള്ളതുമാണ്. കോടിക്കണക്കിനല്ല, മില്യൺ കണക്കിന് ആളുകൾ അതിൽ ജീവിക്കുന്നു. ഇതുകൂടാതെ മൃഗങ്ങൾ, കടലുകൾ, മലകൾ, മരങ്ങൾ അങ്ങനെ പലതും ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഭൂമിയുടെ ടോട്ടൽ വെയിറ്റ് എത്രയാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ കൃത്യമായ ഭാരം അറിയുവാൻ അസാധ്യമാണ്. എന്നാൽ ഒരു കൂട്ടം സയൻറ്റിസ്റ്റ് അതിനെക്കുറിച്ച് പൂർണ്ണമായ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പല ഫോർമുലാസും മെഷർമെൻറ്റുകളും ഉപയോഗിച്ച് ഭൂമിയുടെ ടോട്ടൽ വെയിറ്റ് അളക്കുവാൻ അവർ ശ്രമിച്ചു. സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഭൂമിയുടെ ആകെ ഭാരം ബില്യൺ ട്രില്യൺസ് ടൺ കൂടുതലാണ്. ഈ ഭാരം എനിക്കും നിങ്ങൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം അത്രയ്ക്കധികമാണ്. 13 ബില്യൺ ട്രില്യൺസ് എത്ര പൂജ്യമുണ്ടെന്ന് എണ്ണാൻ പോലും നമുക്ക് കഴിയുകയില്ല. ഇത് ശരിക്കും അവിശ്വസനീയമാണ്, അല്ലേ? നമ്പർ 2, സമുദ്രങ്ങൾ ഓക്സിജൻ പുറപ്പെടുവിക്കുമോ? നമ്മുടെ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആവശ്യമുള്ളതുമായ ഭാഗമാണ് മരങ്ങളെന്ന് കുട്ടിക്കാലം മുതൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മനുഷ്യജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിജൻ നൽകുന്നത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും മരങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ കൂടുതൽ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുന്നത്. എല്ലാവരും പറയുന്നത് മരങ്ങൾ ഭൂമിയിൽ നിന്ന് നശിച്ചാൽ മനുഷ്യന് ഇവിടെ അതിജീവിക്കാൻ അസാധ്യമാണെന്ന്. ഇത് തീർത്തും തെറ്റിദ്ധാരണയാണെന്ന് നിങ്ങൾ ഞെട്ടും. മരങ്ങൾ നമുക്ക് ഓക്സിജൻ നൽകുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് 100%-ൽ 28% ഓക്സിജൻ മാത്രമേ മരങ്ങൾ നൽകുന്നുള്ളൂ. ഇതുകൂടാതെ ലോകത്തിലെ ഓക്സിജൻ്റെ 72% കടലിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനർത്ഥം ലോകത്തിലെ ഓക്സിജൻ്റെ 1/3 സമുദ്രം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. അതിലും രസകരമായ കാര്യം, നമുക്ക് 28% ഓക്സിജൻ നൽകുന്ന മരങ്ങളുടെ 28% ഉൽപ്പാദിപ്പിക്കുന്നത് ആമസോൺ മരങ്ങളിൽ നിന്നാണ്. അതായത് ആമസോൺ കാടുകൾ ഒഴികെ ലോകത്തിലെ എല്ലാ മരങ്ങളും ഒരുമിച്ച് നമുക്ക് 6% ഓക്സിജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? പക്ഷേ ഇത് സത്യമാണ്. നമ്പർ 3, ഒരു ദിവസം 24 മണിക്കൂറുണ്ടെന്നും 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പുതിയ ദിവസം ആരംഭിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. 24 മണിക്കൂർ ഇല്ലാതിരുന്ന ദിവസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസത്തിൽ 21 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഭൂമിയിലുണ്ടായ പല മാറ്റങ്ങൾ കാരണം അത് ക്രമേണ വർദ്ധിച്ചു. ഇപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറാണ്. എന്നാൽ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂകമ്പങ്ങളും സ്ഫോടനങ്ങളുമാണ്. സത്യത്തിൽ ഭൂമി ചിട്ടയിൽ സൂര്യനെ വലയം വയ്ക്കുന്നു. എന്നാൽ എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായാൽ അതിൻ്റെ ചലനത്തിൽ വ്യത്യാസം വരുന്നു. ഇത് കറങ്ങുന്നതിൽ വ്യത്യാസം വരുമ്പോൾ ഭൂമിയുടെ വേഗത കുറയുന്നു. അതിനാൽ സൂര്യനെ ചുറ്റി പൂർത്തിയാക്കാൻ ഭൂമിക്ക് വളരെ താമസമെടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സമയം വർദ്ധിക്കും, മണിക്കൂറുകൾ കൂടും. ഭൂമിയുടെ വേഗത ഓരോ വർഷവും 1.7 മില്ലി സെക്കൻഡ്സും കുറയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു ദിവസം ഭൂമിയുടെ ചലനം നിലച്ചു പോകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് ചിലപ്പോൾ സംഭവിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന ദിവസമായിരിക്കും, അല്ലേ? നമ്പർ 4, സൂര്യൻ്റെ വലുപ്പം എത്ര? സൂര്യൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കാണാൻ വളരെ ചെറുതായി തോന്നും. എന്നാൽ ഭൂമിയിൽ നിന്ന് അത് വളരെ അകലെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അതിൻ്റെ വലുപ്പം ചെറുതായി കാണപ്പെടുന്നത്. വാസ്തവത്തിൽ അത് ഭൂമിയേക്കാൾ വളരെ വലുതാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യൻ എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഭൂമിയിൽ നിന്ന് അതിൻ്റെ ദൂരം എത്രയാണ്? ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഭൂമിയുടെ ഡയമീറ്റർ 109% മടങ്ങ് വലുതാണ്. നമ്മുടെ ഭൂമി പോലുള്ള 13 ദശലക്ഷം ഗ്രഹങ്ങൾ അതിനുള്ളിൽ ചേരും വിധം വലുതാണ് സൂര്യൻ. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല, അല്ലേ? ഇതുകൂടാതെ ഭൂമിയിൽ നിന്ന് സൂര്യൻ്റെ ദൂരത്തെക്കുറിച്ച് സൂര്യൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് 150 മില്യൺ കിലോമീറ്റർ ദൂരം അകലെയാണ്. ഒരു ദിവസം സൂര്യൻ ഭൂമിയിൽ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ? തണുപ്പ് കാരണം ഭൂമിയിലുള്ളതെല്ലാം മരവിച്ചു തുടങ്ങും. ഇതൊരു മനുഷ്യനും അതിജീവിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു.
നമ്പർ 6. ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് യാഥാർത്ഥ്യത്തിൽ കാലാവസ്ഥ വ്യതിയാനമാണ്. ഈ അവസ്ഥയിൽ ഭൂമിയുടെ താപനില ക്രമാതീതമായി വർദ്ധിക്കും. എന്നാൽ വർദ്ധിച്ചു വരുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ വർധനവാണ്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 2050 ആകുമ്പോഴേക്കും ഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വളരെ ചൂടായി മാറും. അവയിൽ മനുഷ്യർക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഗവേഷകർ പറയുന്നത് 1000 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മുഴുവൻ ഭൂമിയുടെയും താപനില വളരെ ഉയർന്നതായിരിക്കുമെന്നും സമുദ്രത്തിലെ ജലമെല്ലാം നീരാവിയായി പോകുമെന്നും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഈ ഗ്രഹം മരുഭൂമിയായി മാറുമെന്നാണ്. മനുഷ്യരാശി തന്നെ ഇല്ലാതാകുമെന്നും സയൻറ്റിസ്റ്റുകൾ റിസർച്ചിലൂടെ തെളിയിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.